ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ വീണ്ടും ഒരു മഴക്കാലം നമ്മളിലേക്ക് വന്നെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മൾ സ്ഥിരം വരുന്ന ആ ഒരു സ്ഥലത്ത് തന്നെയാണ്. ആൻഡ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ നമ്മുടെ പന്തല്ലൂർ റേഞ്ചിലാണ് ഈ ഒരു സ്ഥലം വരുന്നത്. ക്ലിൻസ് വ്യൂ പോയിന്റ് എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര്. നമ്മുടെ ദേവാലഹട്ടി, നമ്മുടെ ഗൂഡല്ലൂർ നാടുകാണി കഴിഞ്ഞ ഉടനെ ഇന്ദിരാ പമ്പിൻ്റെ നേരുമ്പത്തിനാണ് ഈ റോഡ് വരുന്നത്. ആൻഡ് ഇപ്പോൾ ഇവിടുത്തെ കറണ്ട് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ആകെ കോട മൂടി കിടക്കുകയാണ്. കാരണം അറിയാലോ, നമ്മുടെ നല്ലൊരു മഴക്കാലം വീണ്ടും എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു യാത്ര എന്ന് പറയുന്നത് ആസ് യൂഷ്വൽ നമ്മൾ പോകുന്ന ആ ഒരു വഴി കൂടെ തന്നെയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് നേരെ വയനാട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണാൻ പോകുന്നത് ഈ ഒരു മഴക്കാലത്തെ ചെറിയൊരു യാത്രയുടെ ചെറിയൊരു വിശേഷങ്ങളാണ്. സോ എല്ലാവർക്കും മോട്ടോ പ്രൈമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ നമുക്ക് ഈ ഒരു കാഴ്ച കാണാതെ അപ്ലോഡ് ചെയ്യാൻ കഴിയില്ല. കാരണം അത്രയ്ക്ക് മനോഹരമാണ് നമ്മുടെ ഈ ഒരു കനാൽ പ്ലോട്ടിൻ്റെ ഒരു വിഷ്വൽസ് എന്ന് പറഞ്ഞാൽ. കാരണം ഏതൊരു യാത്രകളും നമ്മുടെ ഈ ഒരു ഭാഗത്തെത്തുമ്പോൾ വേറൊരു ഫീലാണ്. ഈ രണ്ട് മരങ്ങളൊക്കെ ഉള്ള ആ ഒരു കാഴ്ചകളൊക്കെ ഭയങ്കര ഫീൽ ചെയ്യുന്നൊരു അനുഭവമാണ് കനാൽ പ്ലേറ്റ്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നതാണ് നമ്മുടെ ഈ ഒരു കരിമ്പുഴ പാലം കഴിഞ്ഞിട്ടുള്ള ഈ ഒരു ചെറിയൊരു ലൊക്കേഷൻസ്. ആക്ച്വലി ഇത് ഫോറസ്റ്റിൻ്റെ ഏരിയയിലാണെന്നാണ് എല്ലാവരും പറയാറുള്ളത്. നല്ല ഇപ്പോൾ മഴക്കാലം കൂടി ആയതുകൊണ്ട് ആ ഒരു കാണുന്ന വ്യൂസും ആ ഒരു ഫീലും ഒക്കെ വേറെ തന്നെയാണ് കേട്ടോ. കാരണം ആ ഒരു പച്ചപ്പ് ചെറുതായിട്ട് കാണുന്ന നമ്മുടെ ആ ഒരു മറ്റേ ആകാശവും കാര്യങ്ങളൊക്കെ, അതിൻ്റെ ഒരു ഫീല് വേറെ തന്നെയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ചുരം കയറാൻ തുടങ്ങി. അത്യാവശ്യം നല്ലൊരു മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് ആനപ്പിണ്ടം കാര്യങ്ങളൊക്കെ നമുക്ക് റോട്ടിൽ കാണുന്നുണ്ട്. അത് ഫ്രഷാണ്. ആൻഡ് ഈ ഒരു യാത്രയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഈ ഒരു മഴ, അതുപോലെ തന്നെ കോട, അത് നൽകുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് വേറെ തന്നെയാണ്. അപ്പം ഞാൻ കോട കയറി വരുന്ന കുറച്ച് സീന് കാണാം. അങ്ങനെ നമ്മൾ എല്ലാവരും കയറി നിൽക്കുന്ന ആ സ്ഥലത്തെത്തിയിട്ടുണ്ട്. കോടയ്ക്ക് അതങ്ങനെ പോകുന്നത് നല്ല കാണാം. അതിന് ആ സൈഡിലേക്കും കോട മൂടിയിട്ടുണ്ട്. അങ്ങനെ ആ ഒരു മുളങ്കോട്ടങ്ങൾക്കിടയിൽ നമുക്ക് കോട കിട്ടി. ഒരു വേറെ ലോകത്തെത്തിയ പോലെയാണ് ഈ ഒരു ഫീല്. അങ്ങനെ നമുക്ക് വേണ്ടപ്പെട്ട ആ ഒരു ക്ലൈമറ്റ് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഈ ഒരു അറ്റ്മോസ്ഫിയർ തൊട്ടപ്പുറത്തുള്ള ആളെ പോലും കാണാൻ പറ്റാത്ത കുഴപ്പമില്ല മേഖല. അതാണ് അതിൻ്റെ വൈബ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ വിചാരിച്ചിരുന്ന ആ ഒരു ക്ലൈമറ്റും ആ ഒരു ലൊക്കേഷനും. ഒരു OD-5 ആണ് പോകുന്നത്. എന്താ ലുക്കില്ലേ, ആകെ കോട. എങ്ങോട്ട് നോക്കിയാലും കോട, എങ്ങോട്ട് നോക്കിയാലും കോട. ഇതാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്നത്.
നമ്മൾ സ്ഥിരം ചായ കുടിക്കാൻ വരുന്നൊരു സ്പോട്ടാണ് രേവന്ത ടീ ആൻഡ് അറോമാറ്റിക് എംപോറിയം. ഇവിടെ നമ്മൾ സ്ഥിരം ഫുഡ് ചായ കുടിക്കാൻ വേണ്ടി വരുന്നുണ്ട്. ഒരു ഏലക്കാ ടീയും പിന്നെ ഒരു പരിപ്പ് വടയും അത് നമ്മളവിടെ തന്നെ. ഇവിടെ അത്യാവശ്യം നല്ല കോട കയറി വരുന്നുണ്ട്. നമ്മളങ്ങനെ നമ്മുടെ ദേവാല ഹട്ടി ആ റൂട്ടിലേക്ക് നമ്മൾ സ്ഥിരം പോകുന്ന ആ സ്ഥലത്താണ് എത്തിയിട്ടുള്ളത്. എന്താണെന്നറിയില്ല, ക്യാമറയ്ക്ക് വരെ നല്ല ക്ലാരിറ്റി തോന്നുന്നുണ്ട്. അന്നൊരു ഫീലാണ്, അന്നൊരു ബ്യൂട്ടിഫുള്ളാണ് ഈ ഒരു ലൊക്കേഷൻ. അപ്പോൾ നമ്മളങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരുപാട് പേര് നിങ്ങൾക്ക് അവിടെ കാണാം, ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അവരുടെ ആ ഒരു ലോകത്താണ്. ഇവിടെയൊക്കെ ഫുള്ള് കോട മൂടിയിട്ടുള്ള ആ ഒരു ആംബിയൻസാണ്. ഞാൻ അവിടെ മയിലിൻ്റെ ചെറിയ സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. പേഴ്സണലി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഈ ഒരു കാഴ്ച എന്നുള്ളത്. കോട മൂടിയ സ്ഥലങ്ങൾ, അവിടെ കണ്ട ചെറിയൊരു നിഴല് പോലെ മരങ്ങളൊക്കെ അവിടെ കാണുന്നുണ്ട്. നേരത്തെ വന്നപ്പോൾ അത്യാവശ്യം നല്ലൊരു വിസിബിലിറ്റി ഉണ്ടായിരുന്നു. ഈ ഒരു സ്ഥലത്തിന് ഒരു പ്രത്യേകത എന്ന് പറയാൻ കാരണം ഈ ഒരു തേയിലത്തോട്ടത്തിനിടയിലെ ഈ ഒരു റോഡും അതുപോലെ തന്നെ ഇങ്ങനത്തെ തല ഉയർത്തി നിൽക്കുന്ന മരങ്ങളാണ്. ഇവിടെ ഇപ്പോൾ ഉള്ളതിൽ പറ്റി ഏറ്റവും നല്ല വലുപ്പമുള്ളൊരു ഒരു മരമാണ് ഇപ്പോൾ ഈ കാണുന്നത്. നല്ല ക്ലൈമറ്റാണ്, നല്ല തണുപ്പുണ്ട്, എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആണ് തീർച്ചയായിട്ടും ഈ ഒരു സ്ഥലം. അപ്പോൾ ഇനി നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത് നമ്മുടെ വയനാട്ടിലേക്കാണ്. പക്ഷെ എന്തായാലും ഇവിടുന്ന് പോവാൻ തോന്നുന്നില്ല. അതാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. കാരണം ഉണ്ടോ ഈ ഒരു സീന്. അതെന്തായാലും ഇവിടുത്തെ കുറച്ച് നാച്ചുറൽ സൗണ്ടുകൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ കേട്ട് നോക്കുക. നല്ല കാറ്റും കിളികളുടെ സൗണ്ടും. ഞങ്ങൾ പോകുന്നത് നമ്മുടെ പന്തല്ലൂർ, നാടുകാണിന്ന് പന്തല്ലൂർ വഴിയാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. വയനാട്ടിലേക്ക് യാത്രയാണ്. ശക്തമായ കോടയാണ്, വിസിബിലിറ്റി ചെറുതായിട്ടുണ്ട്, അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. അടിപൊളി ക്ലൈമറ്റാണ്.
ഒരു അറ്റ്മോസ്ഫിയർ കിട്ടേക്കാണ് ഈ ഒരു വീഡിയോ നമുക്ക് കൂടി കാണിച്ചു തരാൻ വിചാരിച്ചു. നല്ല രീതിയിൽ ഓട ഇറങ്ങിയിട്ട് ആ ഒരു കാണുന്ന കാഴ്ച ഈ മനോഹരമാണ്. ആ ഒരു ചെറിയ ഇലകളും ഒരു വേറെ ഏതൊരു ലോകത്ത് എത്തിയ ഫീലാണ് നമുക്കുള്ളത്. ഈ യാത്രയിൽ നമുക്ക് കിട്ടത് മുഴുവൻ നല്ല എന്താ പറയുക ഒരു ഹാപ്പിനെസ്സും ഒരു പീസൊക്കെ തരുന്ന കാഴ്ചകളാണ്. കാരണം എന്തൊക്കെ ടെൻഷൻസ് ഉണ്ടെങ്കിലും ഇങ്ങനത്തെ ഈ ഒരു കാഴ്ച ഉണ്ടല്ലോ അത് മതി വേറൊന്നിനും. അതിപ്പോൾ പ്രവാസികൾക്കാണ് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുക. ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണുമ്പോൾ എന്താ പറയുക മനസ്സിനൊരു സന്തോഷവും ഒരു കുളിർമയൊക്കെ കിട്ടും. അതുപോലെ തന്നെയാണ് ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ ആ ഒരു എക്സ്പീരിയൻസ്. കാരണം അങ്ങനത്തെ ഒരു ക്ലൈമറ്റാണ്. കാരണം ചെറിയ രീതിയിൽ മാത്രമേ നമുക്ക് റോഡുകളും കാര്യങ്ങളൊക്കെ കാണുന്നുള്ളൂ. പിന്നെ നമ്മുടെ ആ ഒരു മഞ്ഞിൻ്റെ ആ ഒരു വൈറ്റ് കളറും അതുപോലെ തന്നെ അതിൽ നേരെ പോലെ നിൽക്കുന്ന ആ ഒരു മരങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ അതൊരു വേറെ ഒരു വൈബാണ്. അപ്പോൾ നമ്മളങ്ങനെ പന്തല്ലൂരിലേക്ക് പോകുന്ന വഴിയാണ്. അവിടെ എത്താനാവുന്നേ ഉള്ളൂ. അങ്ങനെ കണ്ടോ ഒരു രണ്ട് സൈഡിൽ നമുക്ക് കാപ്പി തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ്. നല്ല രീതിയിൽ കോടയുണ്ട്. അതൊക്കെ ആ ഒരു ടൈമിംഗ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. ചിലപ്പോൾ ഈ സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് ചിലപ്പം ഒന്നും കാണാൻ പറ്റുന്നില്ല, ആ രീതിയിൽ കോട ഉണ്ടാവും. ചിലപ്പോൾ ഫുൾ ക്ലിയർ ആയിട്ടുള്ള സ്ഥലങ്ങളായിരിക്കും. അങ്ങനെ ഒരുപാടാണ്. അപ്പോൾ ഓരോ ടൈമിംഗ് ആണ് നമുക്ക്. പ്രത്യേകിച്ച് ഈ ഒരു ഹിൽ ഏരിയ എന്ന് പറയുമ്പോൾ നമുക്ക് ടൈമിംഗ് ആണ്. ചിലപ്പോൾ നല്ല രീതിയിൽ കാഴ്ചകൾ കാണാൻ പറ്റും, അല്ലെങ്കിൽ പിന്നെ ഫുള്ള് കാണുന്നത് ഇങ്ങനത്തെ കോടകളായിരിക്കും. നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴയാണ്. പക്ഷേ എന്താ പറയുക ഒരു ത്രില്ലാണ്, രസമാണ്. മഴ കൊണ്ട് ഇങ്ങനത്തെ ഒരു റൈഡ് പോകുക എന്ന് പറയുമ്പോൾ. ഞാൻ ആക്ച്വലി നമ്മുടെ സ്കൂട്ടറും കൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു പോക്ക് പോകുന്നത്. ഓൺ ദ സ്പോട്ട് നമ്മുടെ ആ ഒരു ക്ലൈമറ്റ് ആകെ മാറി. കോട വീണ്ടും കൂടി.